നമസ്കാരം. നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സ്പിരിച്വൽ വേ ഓഫ് ലൈഫിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് തീ പിടിക്കുന്ന ഒരു കാര്യമായിരിക്കും പറയുന്നത്. ഇപ്പോൾ സ്പിരിച്വൽ വേ ഓഫ് ലൈഫിൽ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സ്പിരിച്വൽ തന്നെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഈ ഗോളിൻ്റെ പുറകെ ഓടുന്നത് ഒരു സ്പിരിച്വൽ സംഗതിയാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ എന്താ പറയുക, സ്പിരിച്വൽ സിലബസുകളെല്ലാം അതുപോലെ ഫോളോ ചെയ്യുന്നത് ഒരു സ്പിരിച്വൽ വേ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ഒറ്റ മീനിങ്ങേ ഉള്ളൂ: ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ് ഓർ യുവർ സോൾ. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു തിരിച്ചറിയുന്നതാണ്, അതിനെന്ത് വേണമെന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു സ്പിരിച്വൽ ടോപ്പിക്കിൽ ഒരു സ്പിരിച്വൽ സബ്ജക്റ്റ് അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ കടന്ന് ബലം പിടിച്ചിട്ട് അത് ഞാനും ഒരു സ്പിരിച്വൽ വേ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന ഒരു കപട സ്പിരിച്വൽ വേ ഒന്നുമല്ല. അല്ലെ, അങ്ങനെ പോകുന്ന ഒരു മെജോറിറ്റി ആൾക്കാരുണ്ട്. ആ മെജോറിറ്റി ആൾക്കാർ അനുനിമിഷം സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ഈ സ്ട്രഗിളിങ് ഈ സ്പിരിച്വൽ ജേർണിയുടെ ഭാഗമാണെന്നങ്ങ് പ്രസ്താവിക്കുകയാണ്. നിങ്ങളുടെ 7 ആധാരചക്രങ്ങളും ടോപ്പ് മോച്ചിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ സ്ട്രഗിളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ ഹേർട്ട് ചക്ര വീക്കാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ഉണ്ടാവും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. സൈക്കിൾ ചക്ര വീക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സന്തോഷം, ആനന്ദം, അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ മണി റിലേറ്റഡ്, ഇപ്പം റൂട്ട് ചക്രയൊക്കെ വീക്കാണെങ്കിൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ, നിങ്ങൾക്ക് അബണ്ടൻസിൻ്റെ ലാക്ക്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആധാരചക്രങ്ങൾക്കനുസരിച്ചുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഒരു സ്പിരിച്വൽ വേയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറഞ്ഞ് നിങ്ങൾ കഷ്ടപ്പെട്ട് ബലം പിടിച്ച് അതിലേക്ക് പോകാൻ ശ്രമിക്കുമ്പം അതിന് നിമിഷം പ്രശ്നങ്ങളും കൂടത്തേ ഉള്ളൂ. കാരണം അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളതല്ല, നിങ്ങൾ എന്തിലേക്ക് പോകണം എന്നുള്ളതിലല്ല. ഒരു സ്പിരിച്വൽ ടോപ്പിക് ഉണ്ട്, ഒരു സ്പിരിച്വൽ സിലബസ് ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് പോകുന്നതാണ് ശരി. പക്ഷെ അതിനനുസരിച്ച് ദുഃഖം ഉണ്ടാകുന്നേ ഉള്ളൂ. അതിലേറ്റവും കൂടുതൽ ഇന്ന് കത്തിപ്പടരുന്നൊരു വലിയ ടോപ്പിക്കാണ് ഈ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്ന സംഗതി. ട്വിൻ ഫ്ലെയിം പലരും എന്നെ അടക്കം, ഞാനടക്കം പലരുടെയും ട്വിൻ ഫ്ലെയിം ആണെന്ന് അവകാശപ്പെട്ട കഥകൾ അടക്കമുണ്ട് എൻ്റെ ഈ ലൈഫിൽ. പക്ഷെ ഒന്നുമല്ല എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവരത് സമ്മതിച്ചു തരാതെ ബലം പിടിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാവരെയും ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞാനങ്ങനെ പിന്നെ ആരെയും കൂടുതൽ ബോധിപ്പിക്കാൻ ശ്രമിക്കാറില്ല. അതിൽ നിന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഞാൻ സംസാരിക്കാൻ കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പം എൻ്റെ പേഴ്സണലി എന്നിലേക്ക് വരുന്ന പല ഇതുപോലുള്ള സംസാരങ്ങൾ, അതേപോലെ തന്നെ പല ആൾക്കാർ ഇപ്പം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് സംസാരിക്കാമോ, വീഡിയോ ചെയ്യാമോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, ഇത് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് കാര്യമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ അനുഭവമായിട്ട് തട്ടിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ അനുഭവമായിട്ട് തട്ടിച്ച് നോക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. അതല്ലാതെ വേറെ ആരൊക്കെയോ പറഞ്ഞ കുറേ അനുഭവങ്ങളും അവരുടെ എക്സ്പീരിയൻസസും നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേട്ട് അവസാനം നിങ്ങൾ അത് മാനിഫെസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാനും ഒരു ഇൻഫ്ലുവൻസിൽ പോകുന്നെന്ന് വാശി പിടിച്ചാൽ, കിടന്ന് ബലം പിടിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്സാണ് എങ്കിലും പറയുകയാണ്, ട്വിൻ ഫ്ലെയിമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയാസ് മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു റിലേഷൻഷിപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൻ്റെയൊക്കെ മൂല കാരണം ഓരോ വ്യക്തിയുടെ സോൾ പവറും അവരുടെ കർമ്മക്കണക്കുമാണെന്നുള്ള ബോധ്യത്തിലേക്ക് എത്താൻ വളരെ ഇൻഡെപ്തായിട്ട് തിങ്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എല്ലാവർക്കും ഒരേ ലോജിക്കിൽ ഇത് മനസ്സിലാവണമെന്നില്ല. അത് പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സബ്ജക്റ്റിനെ നമ്മൾ എത്രമാത്രം ആഴത്തിൽ നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നു അതനുസരിച്ച് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാവർക്കും ഒരേ ബോധമണ്ഡലമല്ല, എല്ലാവർക്കും ഒരേ ബോധതലമല്ല. അപ്പോൾ ഓരോരുത്തരുടെയും ബോധം അനുസരിച്ചിട്ടാണ് ഇത് മനസ്സിലാവുന്നത്. ട്വിൻ ഫ്ലെയിം. അപ്പോൾ ട്വിൻ ഫ്ലെയിമിന് മുമ്പ് നമുക്ക് സംസാരിക്കേണ്ടത് കർമ്മ പാർട്ട്നേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ കർമ്മ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ പൂർവ്വജന്മ കർമ്മത്തിൽ നിന്ന് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അവർ അട്രാക്ട് ചെയ്യുന്ന, അല്ല അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പാർട്ട്ണറാണ് ഈ കർമ്മ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് മെജോറിറ്റിയും ഒരു റിലേഷൻഷിപ്പ് ബന്ധമായിട്ട് തന്നെ സംഭവിക്കുന്നത്. പിന്നെ വളരെ ചുരുക്കമേ ഉള്ളത് അച്ഛനായിട്ടും അമ്മയായിട്ടും ബ്രദേഴ്സായിട്ടും, അല്ലെങ്കിൽ അമ്മായി അച്ഛനായിട്ടും അമ്മായി അമ്മയൊക്കെ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കസിൻ ബ്രദറായിട്ടൊക്കെ വരുന്നത്. മെജോറിറ്റിയും വരുന്നത്, ബഹുഭൂരിപക്ഷവും വരുന്നത്
പാർട്ണറായിട്ട് തന്നെ. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ പാസ്റ്റ് ലൈഫ് റീഡിംഗ് ഒക്കെ എടുപ്പിച്ചപ്പോഴേക്കും കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് അങ്ങനെ ആ കർമ്മം കൊണ്ട്, അതായത് ഈ ജന്മത്തിൽ അവരുടെ കല്യാണം പോലും അവരുടെ ഒരു എന്താ പറയുന്ന ഒരു കോൺഷ്യസ് തലത്തിലല്ല. അവരുടെ അച്ഛൻ തീരുമാനിച്ചു, ആ അച്ഛൻ തീരുമാനിക്കുന്നത് ചുമ്മാ ഓക്കെ ആയിക്കോട്ടെ അച്ഛൻ നല്ലതേ ചെയ്യത്തുള്ളൂ എന്ന് വിചാരിച്ച് അവർ ജീവിതം പിടിച്ചു വെച്ചു. അന്ന് തൊട്ട് ദുഃഖവും ദുരിതമാണ്. അത് ദുഃഖവും ദുരിതമാണെന്ന് മനസ്സിലാവാതെ ഒരു വിക്റ്റിമായിട്ട് അവർ ജീവിക്കേണ്ടി വന്നു കുറേ അധികം കാലം. ഇപ്പം റിയലൈസേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് ഇങ്ങനെ എന്തുമാത്രം കേസുകൾ. അപ്പം അവിടെ നമ്മൾ റീഡിങ് എടുപ്പിച്ചപ്പോൾ മനസ്സിലാക്കിയത് ആ കർമ്മക്കണക്ക് അതുപോലെ തന്നെ ഇങ്ങോട്ട് ബോറോ ചെയ്തേക്കാണ്. അത് അവരുടെ കർമ്മം അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ വ്യക്തിക്ക് അതിനെ ഒന്ന് എന്താ പറയുന്നത്, എനിക്ക് അയാളെ വേണോ വേണ്ടിയോ എന്ന് പോലും ചിന്തിക്കാനുള്ള സാവകാശമില്ലാതെ ആ കല്യാണം പോലും സംഭവിക്കുന്നത്. കല്യാണം ഇൻ ദ സെൻസ് ആ പാർട്ട്ണർ ലൈഫിലോട്ട് കയറി വന്നത്. അതിനുശേഷം സംഭവിച്ചേക്കുന്ന പല കാര്യങ്ങളും ഈ ഡേ 1 തൊട്ട് ദുഃഖമാണെങ്കിലും ഇതിവർ എന്താ പറയുന്നത്, ഇത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്ത് ദുഃഖിച്ചും ഒരു ആവശ്യമില്ലാത്ത സ്ട്രെസ്സിലൂടെ ആയിരിക്കും വർഷങ്ങളോളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ കർമ്മ ടാലി ആകുമ്പോൾ, ഞാൻ പറയുന്നു അവരുടെ കർമ്മ ഏതെങ്കിലും രീതിയിൽ ടാലി ആവാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് മോചനം നേടാനുള്ള സാഹചര്യങ്ങൾ മുന്നോട്ട് വരും. പക്ഷെ അവിടെ ബുദ്ധിപൂർവ്വം തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അതിന് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ കർമ്മ പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടാവുന്ന ഏറ്റവും മോശമായ ഒരു ബന്ധമായിരിക്കും. ആ ബന്ധം ലൈഫിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും, അതായത് പറയുവാണെങ്കിൽ നിങ്ങളൊരു 10 വർഷം പോയി കിട്ടും. ആ കർമ്മ പാർട്ണറാണ് നിങ്ങളുടെ ഒരു ഇമ്മീഡിയറ്റ് 10 വർഷം ഉണ്ടാവുമല്ലോ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട്. അല്ലെങ്കിൽ ഇപ്പം മെജോറിറ്റി ആൾക്കാർക്ക് ഞാൻ പറയുവാണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രോഗ്രസ്സിന് ആവശ്യമായ കാലഘട്ടത്തിൽ മുഴുവനും ഈ കർമ്മ പാർട്ട്ണറിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും സംഭവിക്കുന്നത് ലൈഫിൽ. ആ ഒരു എഫക്റ്റ് കാരണം ഒരു ലൈഫിൻ്റെ നമുക്കൊരു ലൈഫിനെ ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന സ്റ്റേജിൽ തന്നെ ഇവർ ലൈഫിൽ വരുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ മേലാതെ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു പോകുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത്. കർമ്മ പാർട്ട്നേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓറയിൽ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിടിവലിയെത്തി. കാരണം നിങ്ങളുടെ മുജ്ജന്മത്തിൽ നിന്ന് റീസെൻ്റ് തൊട്ട് മുമ്പത്തെ ജന്മത്തിൽ നിന്ന് അങ്ങനെ വന്നേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഭയങ്കര കൂടുതലാണ്. മനസ്സിലായോ? ഇനി എല്ലാ ആൾക്കാർക്കും കർമ്മ പാർട്ട്നേഴ്സ് ഉണ്ടോ? നിർബന്ധമില്ല. എല്ലാ ആൾക്കാർക്കും നിങ്ങളുടെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുണ്ട്. കാരണം അത് അവരുടെ പാസ്റ്റ് കർമ്മ അനുസരിച്ചിട്ടാണ്, പാസ്റ്റ് ലൈഫ് അനുസരിച്ചിട്ടിരിക്കും. അല്ലാണ്ട് എല്ലാവർക്കും വരുന്ന എല്ലാവരും കർമ്മ പാർട്ട്ണർ ഉണ്ടാവുന്ന ഒരു നിർബന്ധമില്ല. മനസ്സിലാക്കുക. അല്ലെങ്കിൽ വരുന്ന ഫസ്റ്റ് എല്ലാ കർമ്മ പാർട്ട്ണറും തെറ്റിദ്ധരിക്കരുത്. കാരണം അതൊക്കെ നിങ്ങളുടെ സോളും നിങ്ങളുടെ ലൈഫും അനുസരിച്ചിട്ടാണ്. അല്ലാതെ നമ്മൾ കണ്ടേക്കുന്നത്, നമ്മൾ ഒരുപാട് റെഫറൽ വീഡിയോസ് പലരുടെയും നോക്കിയപ്പോഴത്തേക്കും ചുമ്മാ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ട്വിൻ ഫ്ലെയിമിൻ്റെ കഥ പറയുമ്പം ഈ കർമ്മ പാർട്ട്ണർ ആണെന്ന് സമ്മതിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. കാരണം ഇവർ ആ വ്യക്തിയിൽ ഒരു വിക്റ്റിമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഈ വിക്റ്റിമായിട്ട് അഡിക്റ്റഡ് ആയിട്ട് നിന്നിട്ട് ഈ പറയുന്ന ഔട്ടർ ഇതുപോലെ കുറേ വീഡിയോസിൽ പറയുന്ന കുറേ നോളജ് എല്ലാം വെച്ചിട്ട് ഈ കർമ്മ പാർട്ട്ണറെ ട്വിൻ ഫ്ലെയിം ആയിട്ട് അങ്ങ് സങ്കല്പിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ഫിക്സ് ചെയ്തേക്കുവാണ്. പക്ഷേ ഇതിനെ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കിയാൽ ഇതിൽ നിന്ന് ദുഃഖം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ പറയുകയാണ് ഇത് ദുഃഖമാണ്, സ്ട്രെയിനാണ്, ഈ ജേണി അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദുഃഖം ദുരിതമാണ്. ലോവർ വൈബ്രേഷൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മ പാർട്ട്ണറെ കിട്ടുന്നത് നമുക്ക് ഓക്കെ അതങ്ങനെ സംഭവിക്കുള്ളൂ എന്ന് പറയാം. അപ്പം ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സെൽഫിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ ഒരു നെഗറ്റീവ് സോൾമേറ്റ് അട്രാക്ട് ആയിട്ട് വരും? ഒരു സിമ്പിൾ ലോജിക്കാണിത്, സിമ്പിൾ ലോജിക്ക്. അവരുടെ ഒരു വ്യക്തി ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോകണമെങ്കിൽ തന്നെ അവർക്ക് ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ സ്പിരിച്വൽ വഴി കൂടെ അല്ലെ ഞാൻ സ്പിരിച്വൽ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ട്വിൻ ഫ്ലെയിം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ട്വിൻ ഫ്ലെയിം വന്ന് അത് മേ ബി അത് അടുത്ത ജന്മത്തിലേക്കാകാം. കാരണം അത്രയും അതൊക്കെ ഓരോ വ്യക്തികളിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന ട്വിൻ ഫ്ലെയിം ജേണിയിൽ വന്നു, പക്ഷേ ട്വിൻ ഫ്ലെയിം ജേണി വന്നതിന് ശേഷം മൊത്തം ഞാൻ സ്ട്രഗിളാണ്. വാട്ട് ഈസ് ദിസ്? വാട്ട് ലോജിക് ഈസ് ദിസ്? അവർ ഹയർ സ്റ്റേറ്റിൽ നിന്നിട്ട് ഹയർ വൈബ്രേഷൻ നിന്നിട്ട് ദുഃഖമൊന്നും ദുരിതമോ വരുന്നുണ്ട്. അവർ അവകാശപ്പെടുകയാണ് ഇവർ ഹയർ സ്റ്റൈലിലാണെന്ന്. സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുന്നു, സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്യുന്നു, ഇന്നർ വർക്ക് ചെയ്യുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അനുനിമിഷം ആ വ്യക്തിയിൽ നിന്ന് ദുഃഖവും ദുരിതവും അനുഭവിച്ചിട്ട് സ്ട്രെസ്സും അനുഭവിച്ചിട്ട് പറയുകയാണ് ഞാനൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന്. എന്ത് റബ്ബിഷ്നെസ് ആണിത്? അപ്പം പല ആൾക്കാരും ഇന്ന് സ്ട്രെസ് അനുഭവിക്കാൻ കാരണം ഒന്നെങ്കിൽ അവർ നെഗറ്റീവ് സോൾമേറ്റിനെയോ അല്ലെങ്കിൽ ഒരു കർമ്മ പാർട്ട്ണറിനെയോ
അവർക്ക് ഭയങ്കരമായ ഇഷ്ടമായിരിക്കാം, ആ വ്യക്തിക്ക് അതിഭയങ്കരമായിട്ടുള്ള പ്രേമമായിരിക്കാം. ആ അതിഭയങ്കരമായിട്ടുള്ള പ്രേമം കാരണം അവരെന്താ ചെയ്യുന്നത്, അവരിതിനെ അങ്ങ് പിടിച്ച് ട്വിൻ ഫ്ലെയിം ആക്കുകയാണ്. എന്നിട്ടോ ഈ പറയുന്ന കർമ്മ പാർട്ണർ ലൈഫിൽ വന്നാലുണ്ടാവുന്ന സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ലൈഫിൽ, അല്ലെങ്കിൽ നെഗറ്റീവ് സോൾമേറ്റ്, കർമ്മ പാർട്ണർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നെ ഇമീഡിയറ്റ്ലി വരാൻ പോകുന്ന നെഗറ്റീവ് സോൾമേറ്റ് ആയിരിക്കും. ഈ നെഗറ്റീവ് സോൾമേറ്റിനെ ചിലപ്പം എന്താ പറയുന്നത്, നമ്മളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ആവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അത്രയും ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ചില ആൾക്കാർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രം മതി, ഞാൻ ഹയർ സ്പിരിച്വൽ ആയെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നവരുണ്ട്. അത്രയും സോൾ പവർ ഹയർ ആയിട്ട് 7 ആധാര ചക്രങ്ങളും ബാലൻസ്ഡ് ആയിട്ട് അത്രയും ഹയർ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമായിരിക്കാം ഒരു ട്വിൻ ഫ്ലെയിം ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരറിഞ്ഞോ അറിയാതോ പറഞ്ഞില്ലേ, അപ്പൊ ആത്മാവിന് വേണ്ടത് മനസ്സ് ചെയ്യുമ്പോൾ മനസ്സിന് സന്തോഷിക്കാനുള്ള കാര്യമായിട്ട് ആത്മാവ് കൊണ്ടുതരും. ഇങ്ങനെയും ഒരു ലോജിക്കുണ്ട്. അപ്പൊ അവിടെ ആ വ്യക്തി കടന്നു പോകുന്ന കാലങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ആ വ്യക്തി അയാളുടെ ബോധത്തെ, ഞാൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന വീഡിയോക്കകത്ത് പറഞ്ഞു പറയാം, അവരുടെ കോൺഷ്യസ്നെസ് അനുസരിച്ചായിരിക്കും പോകുന്നത്. ആ വ്യക്തികൾക്ക് ചിലപ്പോൾ ട്വിൻ ഫ്ലെയിമിനെ കിട്ടാം. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവരറിഞ്ഞോ അറിയാതെ ഈ പറയുന്ന ചക്ര മെഡിറ്റേഷനോ അല്ലെങ്കിൽ പലതരത്തിലുള്ള മെഡിറ്റേഷനോ ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ അവരുടെ കോൺഷ്യസ്, അവരുടെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ പലർക്കും ലോട്ടറി അടിക്കുന്നില്ലേ, ചില അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിവില്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. പക്ഷെ ലോട്ടറി അടിക്കുന്നവരുണ്ടല്ലോ, അവരറിഞ്ഞോ അറിയാതെ അവർ ആത്മാവ് പറഞ്ഞ കേട്ടപ്പം അവരുടെ ലൈഫിലേക്ക് ഒരു സന്തോഷം, ഇമ്മീഡിയറ്റ് സന്തോഷം വന്നവരുണ്ട് ഇല്ലേ. എന്ന് പറയുന്ന പോലെ തന്നെ ആത്മാവ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന വ്യക്തികൾക്ക് ഏത് സംഭവം വരാം. മനസ്സിലായോ? അപ്പം അതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, ഇനി അവരെ കല്യാണം കഴിക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. അതൊരു റിലേഷൻഷിപ്പാണ് എന്ന് പറയുന്ന ഒരു കാമുകനെ പോലെ നമ്മൾ മരം ചുറ്റി പ്രേമത്തിന്റെ തലത്തിലാണ് അതിനെ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ അതിനെ ഭയങ്കര ഒരു ഇമോഷണലി ആണ് അതിനെ കാണുന്നതെങ്കിൽ, അപ്പോൾ ഇമോഷണലി വീക്കാണ് ആ വ്യക്തി. ആ വ്യക്തി ഇമോഷണലി വീക്കായിട്ട് നിന്നിട്ടാണ് അതെന്റെ ട്വിൻ ഫ്ലെയിം ആണെന്ന് അവകാശപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല കണക്ക്, ഇതൊന്നും അല്ല ഇതിന്റെ രീതി. ഇത് സിമ്പിൾ ലോജിക്കാണ്, സിമ്പിൾ ലോജിക്ക്. ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സ്വാമിജി ആവണോ, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അത്രയും സ്പിരിച്വൽ, ഇതൊന്നും അല്ല സ്പിരിച്വൽ. നിങ്ങൾ ആസ് എ പേഴ്സൺ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സ്പിരിച്വൽ സിലബസിലേക്കല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഫോക്കസ് ഓൺ യു. ഹു ആർ യു? നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ എന്താണ്, നിങ്ങളിലേക്ക് എന്താണ് വേണ്ടത്, അത് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ട്വിൻ ഫ്ലെയിം വരാം. മനസ്സിലായോ? അങ്ങനെ വരുന്ന വ്യക്തിയും ഒരു സ്പിരിച്വൽ, അത് അയാളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഒരു സ്പിരിച്വൽ ജേർണി കൂടെ പോയിക്കൊണ്ട്. ബിക്കോസ് അയാൾക്ക് വേണ്ടത് മാത്രമേ അയാൾ ചെയ്യുന്നു, അയാൾ എന്താണോ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ചെയ്യുന്നു. അതാണ് സ്പിരിച്വൽ. അല്ലാണ്ട് ഒരു സ്പിരിച്വൽ നോളജ് ചെയ്തിട്ട് എനിക്ക് വളരെ സിമ്പിൾ അല്ലേ എന്ത്, ഓക്കെ എല്ലാത്തിനും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പോയി ലയിക്കുക എന്നുള്ളതാണ്, മോക്ഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള സുഖങ്ങളിൽ നിന്നെല്ലാം മാറിയിട്ട് നിങ്ങൾക്ക് പോയി ഹിമാലയത്തിൽ പോയി തപസിരുന്നൂടെ, ഇഫ് യു ആർ ദാറ്റ് മച്ച് സ്പിരിച്വൽ. അപ്പോൾ അങ്ങനെയല്ല. ഇനി ഒരു വ്യക്തി ഈ സ്പിരിച്വൽ സിലബസും എന്താ പറയുക വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾ അതിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അങ്ങനെ ഒരു യാത്ര ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു മോക്ഷപ്രാപ്തിയിലേക്ക് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ, ബിക്കോസ് പോകുന്നില്ല. കാരണം എന്താ, അവിടെ നിലവിൽ ചെയ്യാനുള്ള കർമ്മങ്ങൾ പെൻഡിങ് ആണ്. എന്നിട്ട് അവിടെ ഇമ്മീഡിയറ്റ് അതിൽ നിന്ന് എസ്കേപ്പ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു പറയുന്നൊരു എന്താ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് നിങ്ങൾ സന്യാസിയാവാനോ ഇതിലേക്ക് പോയാലും നിങ്ങൾ അവിടെയും കൂടെ സ്ട്രഗിൾ ചെയ്യാനേ പോകുന്നുള്ളൂ. ബിക്കോസ് അവിടെയും എന്താണ്, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കുന്നില്ല. എന്തോ ഒരു സ്പിരിച്വൽ ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരുപാട് ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുന്നു. എന്നല്ലാതെ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ നോക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരും കൂടെ സ്ട്രഗിൾ ചെയ്യും. ഇവിടെയാണ് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വേണമെന്ന് പറയുന്നത്. സമചിത്തതയോടുകൂടി തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കി, ഇത് ഞാൻ ചെയ്യേണ്ടതാണോ, എൻ്റെ ഡ്യൂട്ടിയാണോ, എൻ്റെ ഡ്യൂട്ടി എന്താണ് ഈ ജന്മത്തിൽ, അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റണം. അത് മനസ്സിലാവണം. അത് കോൺഷ്യസ്നെസ്സാണ്. അത് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്തെങ്ങനെ മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം. നിങ്ങൾ നിങ്ങളുടെ കേപ്പബിലിറ്റി ഹയർ ആക്കാം. നിങ്ങൾ അവിടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞ തന്നെയാണ്, മെഡിറ്റേഷൻ മാത്രം ചെയ്തുകൊണ്ട് ആരും ഇവിടെ സക്സസ് ആവുന്നില്ല. യോഗ മാത്രം ചെയ്തുകൊണ്ട് ഇവിടെ ആരും സക്സസ് ആവുന്നില്ല. തലച്ചോറിന് ബ്രെയിൻ പാത്വേ, ഈ പറയുന്ന സമയം എനിക്കത് കിട്ടി ഇത് മാത്രം ചെയ്തുകൊണ്ട് സക്സസ് ആവുന്നില്ല. പ്രകൃതിക്കൊരു നിയമമുണ്ട്, അത് തന്നെയാണ് ആത്മാവിൻ്റെ നിയമം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പം നമുക്ക് ഈ തന്നേക്കുന്ന ഫിസിക്കൽ ബോഡി ഈ സിസ്റ്റത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ഹയർ വൈബ്രേഷൻ ആവും. ആ ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ് സംഭവിക്കും. പക്ഷെ ലോവർ വൈബ്രേഷൻ നിന്നിട്ട് അതിന് ഒരു എന്താ പറയുന്നത്, അതിന്റെ സെൻസ് മനസ്സിലാക്കാതെ ഹയർ വൈബ്രേഷൻ കാര്യങ്ങൾ ഒരു വലിയ അക്ക വിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. ബിക്കോസ് ഇതിന് മാച്ച് ആവുന്നതേ ഇത് വരുള്ളൂ.
ഹയർ വൈബ്രേഷൻ മാച്ച് ആവുന്നത് ഹയർ വൈബ്രേഷൻ കിട്ടും, ലോവർ വൈബ്രേഷൻ മാച്ച് ആവുന്നത് ലോവർ വൈബ്രേഷൻ കിട്ടും. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ടിരുന്നാലും. കാരണം ലോ ഓഫ് റെസണൻസ് വെറുതെ അല്ല. ഈ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്, ഈ പ്രകൃതിക്ക് ഒന്നല്ല, ഒരുപാട് നിയമമുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല. അപ്പം അതിനനുസരിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാരൊക്കെ ഉള്ളൂ ഈ പറയുന്ന ട്വിൻ ഫ്ലെയിം വരാം. അത് ട്വിൻ ഫ്ലെയിം വരാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നതല്ല, ഇറ്റ് ഹാപ്പൻസ്. മനസ്സിലായി? അത് സംഭവിക്കണം. നിങ്ങൾക്ക് എനിക്കത് വരണം അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. നിങ്ങൾക്ക് യോഗയില്ല വരുമില്ല. ഞാൻ കുറേ സ്പിരിച്വൽ വീഡിയോസ് കാണുന്നുണ്ട്, അതൊക്കെ എനിക്ക് കുറേയൊക്കെ റിസപ്റ്റ് ഉണ്ട്. ഒരു മെജോറിറ്റി ആൾക്കാർക്ക് വേ ഓഫ് എന്താ പറയുന്നത്, 10ാം ക്ലാസ്സിൽ അല്ലെ +2 വരെ ഓൾമോസ്റ്റ് എല്ലാവരും 10ാം ക്ലാസ് വരെ എല്ലാവരും ഓൾമോസ്റ്റ് ഒരു സിലബസ് അല്ലേ പഠിക്കുന്നത്. എല്ലാ നമ്മുടെ സിസ്റ്റം നോക്കൂ. അത് കഴിഞ്ഞല്ലേ പിന്നെ +2 എത്തുമ്പോഴത്തേക്കും ചില വ്യത്യാസങ്ങൾ വരുന്നത്. അത് കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സ് വരുമ്പോഴത്തേക്കും എന്തുമാത്രം വ്യത്യാസങ്ങളാണ്. ഇത് തന്നെയാണ് ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ മനസ്സിലാവേണ്ട കാര്യങ്ങളാണ്. അല്ലാണ്ട് തുടക്കം തൊട്ടേ ഞാൻ ഈ വഴിയിലേ പോത്തുള്ളൂ എന്ന് വാശി പിടിച്ച് അങ്ങനെ വഴിയില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ അനാവശ്യമായിട്ട് ട്വിൻ ഫ്ലെയിമിനെ പിടിക്കാൻ വേണ്ടി നിങ്ങൾ ബലം പിടിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, നടക്കാൻ പോകുന്നില്ല. ഈ നിങ്ങൾ നാച്ചുറലി, നമ്മളത് വീഡിയോ ചെയ്യും, ആസ് എ പേഴ്സൺ നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഹയർ ആകുമ്പോൾ കിട്ടുന്ന ബോണസ് എന്ന് വേണം പറയാം ട്വിൻ ഫ്ലെയിം. അതൊരു ബോണസാണ്. മനസ്സിലായോ? അയാൾ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒരു കല്യാണം കഴിക്കേണ്ട പ്രായത്തിനനുസരിച്ചാണ് ആ വ്യക്തി വരുന്നത്. നിങ്ങൾ അത്രയും ബ്ലെസ്ഡ് ആണെന്ന് പറയാം. നിങ്ങൾ അത്രയും ബ്ലെസ്ഡ് ആണ്. ചില മെജോറിറ്റി ആൾക്കാർക്കും കല്യാണം കഴിച്ചു, ഹസ്ബൻഡും വൈഫും ആരുടെ എന്താ പറയുന്നത്, അവർ മാരീഡ് ലൈഫിൽ പോയി ഒരു 45 ഇടയ്ക്കൊക്കെ ആയാലും മെജോറിറ്റി ആൾക്കാർക്കും വരുന്നത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ചിലപ്പോൾ തോന്നാം, ഈ അയാൾ എൻ്റെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ ചെറിയൊരു വിരഹം ഉണ്ടാവാം. പക്ഷേ അതിനെ സമചിത്തതയോടുകൂടി ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിൽ ഇമോഷണലി ടു മച്ച് വീക്കായിട്ട് എല്ലാത്തിനെയും ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ സ്ട്രെയിനാണ്, സ്ട്രെസ്സാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ അവരിപ്പോഴും ഇതിൻ്റെ സെൻസ് മനസ്സിലാക്കിയിട്ടില്ല. അവരിന്നല്ല നാളെയും ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്താണ്, അവരുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി ലോ ആണ്, അവരതനുസരിച്ച് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും ലൈഫിൽ. മനസ്സിലായോ? സോ കൃത്യമായിട്ട് അവിടെയാണ് നമ്മൾ ആദ്യം തൊട്ട്, നമ്മുടെ ഡേ 1 തൊട്ട് എന്താ പറയുന്നത്, നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഞാൻ ഈ പറയുന്ന പല കാര്യങ്ങളും ട്വിൻ ഫ്ലെയിം ജേണി പോകുന്ന ആൾക്കാരെ അവകാശപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ദുഃഖം ഉണ്ടാവാം, ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവാം, കുഴപ്പമില്ല, ഇപ്പം മനസ്സിലാവത്തില്ല. ഇപ്പോൾ 2 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാവുന്നുണ്ട് ത്രൂ ദർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന പോലെ ഉള്ളൂ. കുറേ കാര്യം കുറേ കഴിയുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ, അനുഭവം വരണമല്ലോ. അപ്പം നമ്മുടെ ആത്മാവ് നമ്മളെ രക്ഷിക്കാൻ പല വഴി കൂടെ നമ്മൾ മുന്നോട്ട് സാഹചര്യം കൊണ്ടുതരുമ്പോഴും നമുക്കത് മനസ്സിലാവണ്ടേ. അത് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? കർമ്മദോഷം ഞാൻ പറയുന്നത്, മുൻജന്മ കർമ്മം തീരാൻ കിടക്കുന്നു, അത് തീരുമ്പോൾ പതുക്കെ മനസ്സിലാവും എന്ന് ആശ്വസിക്കാം. അപ്പോൾ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞ് നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ സ്ട്രെസ് അടിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ലൈഫിൽ പല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഭാഗമായിട്ട്, ലോ ഓഫ് റെസൊണൻസിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ലോവർ വൈബ്രേഷൻ നിൽക്കുന്ന വ്യക്തികൾ ലോവർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ ഹയർ വൈബ്രേഷൻ ആകുക. അത് എൻ്റെ ഇന്ന കാര്യം നടക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. നിങ്ങൾ ഹയർ ആണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാച്ചുറലി പറഞ്ഞില്ല, മനസ്സ് തരുന്ന, ആത്മാവ് തരുന്ന സമ്മാനമായിട്ട് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ അവിടെ എന്താ ബേസിക്കലി വേണ്ടത്? കപ്പാസിറ്റി ഹയർ ആക്കുക. ഞാൻ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യം, കപ്പാസിറ്റി ഹയർ ആക്കുക, അല്ലേ? അത് ഇന്നർ വർക്ക് ചെയ്യണം. ഓരോരുത്തരും അവരവർ ചെയ്താൽ മതി. അല്ലാണ്ട് ഒരു സിലബസ് ഒന്നും ഫോക്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ആദ്യമായിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ പാറ്റേൺ ഓഫ് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിലൂടെ മാത്രമേ, പ്രാക്ടീസ് ഇല്ലാതെ ഒരു വ്യക്തിയും, ഇനിയിപ്പം ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിലായിക്കോട്ടെ, നിങ്ങളൊരു സ്കില്ല് പഠിക്കുന്ന രീതിയിലായിക്കോട്ടെ, ഒരു എന്ത് കാര്യം ചെയ്താലും പ്രാക്ടീസ് ഇല്ലാത്ത ഒരു വ്യക്തിക്കും എവിടെ എത്താൻ പറ്റത്തില്ല. അതും ഒരു പ്രകൃതി നിയമമാണ്. ഓക്കെ, താങ്ക് യു.